കാലത്ത് സ്കൂളിൽ പോയാൽ കാണുന്നുണ്ടല്ലോ. എന്താ ഇല്ല എന്താ വിശേഷം? അതേടാ, നമ്മുടെ വാർഡ് മെമ്പർ വരെ വന്നിട്ടുണ്ട്. കാലത്തിന്റെ അച്ഛനും അമ്മയും വരെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സ്കൂളിലില്ല, ഇന്ന് വേറെ എന്തോ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ശരിയാ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എല്ലാവരും വാ, നമുക്ക് അച്ഛനോട് ചോദിക്കാം. അപ്പൊ നമുക്ക് സാറിനെ കണ്ടിട്ട് വരാം. ശരി, അതെന്താന്ന് കൂടാ. അതോ പറയാം. അതെ, നമുക്കിന്ന് ഇവിടെ ഒരു ക്രിയേറ്റീവ് പറഞ്ഞൊരു ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലാബില് കുറച്ച് പേർക്ക് നമ്മുടെ അനിയന്മാർക്കും 6ലെ 7ലെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സബ് ജില്ലയിൽ നമ്മുടെ സ്കൂളിൽ മാത്രമായിട്ട് SSK എന്ന് കേട്ടിട്ടുണ്ടോ? സർവശിക്ഷ കേരള എന്ന് പറയാം. SSKയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റും കൂടെ ചേർന്ന് നിങ്ങളെ 6 കോഴ്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, കണക്കും മലയാളവും സയൻസും ഒക്കെ പഠിക്കുന്നില്ലേ, അതിലെ ഓരോ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയോട്, അതായത് പ്രവൃത്തി അധിഷ്ഠിത ലാബാണ് ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞാൽ. നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൽ സ്കൂൾ വീട്ടിൽ ബൾബ് അല്ലേ, ബൾബ് ഒന്ന് ഫ്യൂസായിപ്പോയി. അപ്പോൾ ബൾബ് ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ബൾബ് മാറുക അല്ലേ. ബൾബ് എങ്ങനെ മാറണം, എങ്ങനെ ഇടണം എന്നൊക്കെ നമുക്ക് സംശയമായിരിക്കും. ഇവിടെ നമുക്ക് നിസ്സാരമായിട്ട് പഠിപ്പിച്ചു തരും ബൾബ് എങ്ങനെ മാറണം. ഇനി ഒരു ഫാനിന്റെ സ്പീഡ് കുറവാണ്. അപ്പോൾ പൊതുവെ നമ്മൾ എന്താ പറയുക, ഫാനിന്റെ സ്പീഡ് കുറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് അതിന്റെ കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്ററിന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരു കപ്പാസിറ്റർ ഒന്ന് മാറണം. എങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് അതൊക്കെ കിട്ടും. ബൾബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ വുഡ് വർക്ക്, ഇന്നിപ്പോൾ നടക്കുന്ന ട്രെയിനിങ് അതിനെക്കുറിച്ചാണ്. വുഡ് വർക്കിനകത്ത് എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുന്നത്, ചെറിയ ഇതുപോലത്തെ ടേബിളുകളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ ആ ലാബിൽ ടീച്ചർമാർ അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, ബൾബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. 400 ബൾബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 400 ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം. അത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മെറ്റീരിയൽ അവർ തരും. അതുപോലെ ഫാഷൻ ഡിസൈനിങ്, പിന്നെ കുക്കിങ്, ഇഷ്ടമുള്ള പരിപാടിയല്ലേ. കുക്കിങ്, ഫാഷൻ ഡിസൈനിങ് എളുപ്പമല്ലേ, തയ്യലും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇലക്ട്രോണിക് വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, പ്ലംബിങ്, ചെറിയ ചെറിയ വീട്ടിലെ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ട്രെയിനിങ് ആണ്. ഇത് നമുക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് നിങ്ങൾക്ക് അത് തരും, നിങ്ങളത് പഠിക്കും. ഒപ്പം നമുക്കും ചെയ്യാം, നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇവിടെ ഒന്ന് പഠിക്കാം. കാരണം ഇത് നമുക്ക് സബ് ജില്ലയ്ക്ക് നമ്മുടെ സ്കൂളിൽ മാത്രം കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കും ഇവിടെ ഒന്ന് പഠിക്കാം. അപ്പോൾ വേറെ 2 സ്കൂളിലെ കുട്ടികൾ ഇന്നിപ്പോൾ ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് 6ലെ 7ലെ കുട്ടികൾക്കാണ്. ഇനി അത് എല്ലാ ക്ലാസ്സിലേക്കും വരും. അപ്പോൾ പഠിച്ചാലും മെഡിക്കലായ 6ലെ 7ലൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ പഠിക്കാം. കാരണം ഇത് കറണ്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്ലംബിങ് ഒക്കെ ശ്രദ്ധിക്കണ്ടേ, കൈയൊക്കെ മുറിയാതെ ആ ചെറിയ ടൂൾസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് അപകടമൊന്നും വരരുത്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒന്ന് പ്രാപ്തരായിട്ട് വേണം അതിലേക്ക് വരാൻ. വെറുതെ നമ്മൾ പാഠപുസ്തകം വായിച്ചു പോകാതെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി പോവുകയാണ്. അതാണ് അതിനകത്ത് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നവിടെ നമ്മളൊരു ക്യാമ്പ്, ഒരു 1 ഡേ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം, ഒപ്പം നമ്മുടെ ആ ക്രിയേറ്റീവ് കോർണറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മലയാള ബിന്നി അവർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൽദോ ടോമുണ്ട്. അതുപോലെ BRC എന്നുള്ള കോർഡിനേറ്റർമാർ വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്നാണ് ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കാണാം, അതിൽ പങ്കെടുക്കാം. ഓക്കെ, ബാ.
അപ്പൊ രാവിലെ പോലെ എല്ലാവരും ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഇന്ന് നമ്മള് ടേബിൾ ആയിരുന്നു ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ ടേബിൾ എല്ലാം നമ്മുടെ കൂട്ടുകാരെ കൂടി പോയി ടേബിൾ എങ്ങനെയാണ് റെഡിയാക്കിയത്? നല്ല ടേബിൾ ആണോ ഓക്കെ ആയോ പക്കയായോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? പോയി നോക്കാം. വാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നമ്മളെ ഒറിജിനൽ ടേബിൾ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നോക്കി, അത് ടേബിളിന്റെ പല ഷേപ്പുകൾ കണ്ടാവും. 4 കാലുള്ളതുണ്ട്, ഒറ്റ കാലം നിൽക്കുന്നുണ്ട്, 3 കാലുള്ള ടേബിള് കേട്ടോ, ടീപ്പോയി പോലെയൊക്കെ. ഇതാണ് നമ്മുടെ ക്രിയേറ്റീവ് കോർണറിൽ എല്ലാവരും കൂടി തയ്യാറാക്കിയ വർക്ക് ചെയ്യുന്നത്. ഇന്ന് എന്തായിരുന്നു? വുഡ് വർക്കായിരുന്നു ഇന്നത്തെ മെയിൻ ടോപ്പിക്ക്. മനസ്സിലായോ? എങ്ങനെ എൻജോയ് ചെയ്തോ? ഓക്കെ. ഇത് ആരൊക്കെ ചെയ്തത്? ഇതാ ആരൊക്കെയായിരുന്നു അതിനകത്ത്? ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത ടേബിള് ആരാണ്? അങ്ങേറ്റത്തത്. ആരൊക്കെയാണ് അതില്? അടുത്തത് പിന്നെ ഏത് ടീമാ? ഇതാ ട്രയാങ്കിൾ കൊടുത്തത്. കൊള്ളാം. പിന്നെ പിന്നെ ഇവിടെ ഈ വലിയ ടേബിളോ? ഓക്കെ. രണ്ടുപേരുണ്ടായിരുന്നല്ലോ. ഇതോ ഈ ടേബിള് എത്ര ടീമായിരുന്നു നിങ്ങള്? 5 ടീം. 5 ടീമും അടിപൊളി ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? കൊള്ളാം. എല്ലാ ടേബിളും നോക്കിക്കേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ലേ? ഒന്ന് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമല്ലേ? എത്ര കാരണം ഞാൻ പറയാറില്ല, ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ? വെറുതെ പറയരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ അവരവരുടെ ഒരു ഫീഡ്ബാക്ക് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ GPS സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാണ്. എൻ്റെ പേര് ആൻസർ. ഞങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഭാവിയിൽ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്ക്വയർ വെച്ച ടേബിൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞങ്ങളത് മെഷർമെൻറ്റ് ചെയ്ത് ഈ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ 46 സെൻറ്റിമീറ്റർ വെച്ച് വളർന്ന് ഞങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ചെയ്തു തന്നു. പിന്നെ ഈ പുളിക്കമാരി സ്കൂളിൽ ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര സന്തോഷകരമായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഇത് ഞങ്ങൾക്ക് ഈ ക്യാമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്രിയേറ്റീവ് കോർണർ എന്ന ഈ ഒരു പ്രവർത്തനം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പോയിട്ട് ഇതിനെപ്പറ്റി പറയും. ഇതൊട്ടും തന്നെ വേസ്റ്റ് ആയിട്ടില്ല. ഞങ്ങൾ ഇത് ഫുൾ ഞങ്ങൾ യൂസ് ചെയ്തു. ഒന്നും വേസ്റ്റ് വരത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് തട്ടി ഞങ്ങൾക്ക് ഓരോ മാഗസീനൊക്കെ വെക്കാൻ പറ്റും. മനോരമയുടെ മാഗസീൻ അങ്ങനെ എല്ലാം വെക്കാൻ പറ്റും. നല്ല ഉറപ്പിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരിക്കലും മറിഞ്ഞു പോകത്തില്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ്. എൻ്റെ പേര് കല്യാണി. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നീളമുള്ള ടേബിളാണ്. ഇത് 4 കാല് വെച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ബാലൻസ് ചെയ്തിരിക്കില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഒരു പീസും കൂടി വെച്ചു. അതുകൊണ്ട് ഇത് നന്നായി ബാലൻസ് ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോനാഥ് ജോയി എന്നാണ്. ഞാൻ പുളിക്കാലി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്നെ സഹായിച്ച 2 പേരുണ്ട്. ഈ ചേച്ചിയുടെ പേര് ആൻമിയ എന്നാണ്, ചേച്ചിയുടെ പേര് പുണ്യ എന്നാണ്. ഇവർ 2 പേരും എന്നെ ഇത് ഉണ്ടാക്കാൻ സഹായിച്ചു. ഇത് നല്ല ബലമുള്ളതാണ്. ഇത് നന്നായിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല ബലമുള്ളതുകൊണ്ട് ബലമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ക്രിയേറ്റീവ് കോർണർ ഇവിടെ പുതുതായിട്ട് വന്നു. ഈ ക്രിയേറ്റീവ് കോർണർ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് അതിൽ അരുൺ. ഞങ്ങൾ ഈ ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിയേറ്റീവ് കോർണറിൽ നിന്നാണ്. ക്രിയേറ്റീവ് കോർണറിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അഭിരാമി ഈജ്. ഞാൻ പഠിക്കുന്നത് GHS പുളിക്കമാലിയിലാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കിയത് ക്രിയേറ്റീവ് കോർണറിൽ നിന്നാണ്. ഇവിടെ കുറേ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ കുറേ പേര് തന്നു. അതിന് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. അവരവരുടെ പേര് പറയും.
മീനാക്ഷി. എൻ്റെ പേര് അമൃത. അപ്പൊ എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇവള് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ വേറെ സ്കൂളാണ്, പക്ഷേ ഈ സ്കൂളിൽ വന്ന് ഇതെല്ലാം ചെയ്യാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഭാഗ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ സഹായിച്ചു. പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് ഇന്നിപ്പോ നമ്മൾ ചെയ്തത് വുഡ് വർക്കാണ്. ശരിക്കും 7 ഇനത്തിലാണ് കോഴ്സുകളുള്ളത്. ഒന്ന് അഗ്രികൾച്ചർ, കൃഷി, പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തത് പിന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട് അല്ലെ, ഇലക്ട്രിക്കൽ വയറിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് അല്ലെ. അപ്പൊ ഇതിങ്ങനെ മാറി മാറി ഓരോന്നിലും ഇനി വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതിന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഒരാൾ തന്നെയല്ല ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെയുള്ളവരാണേലും നിങ്ങൾ ബാക്കി വന്ന എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ അല്ലെ. നല്ലപോലെ ഷെയർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 4 ഐഡിയാസ് ആയിരിക്കും അല്ലെ. ഒരാളുടെ ഐഡിയ മറ്റൊരാൾക്ക് കിട്ടുകയോ ചെയ്യുന്നത് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരുമിച്ച് സഹവർത്തിത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അതിന്റെ ഒരു മേന്മ, ഇതൊക്കെ മക്കള് മനസ്സിലാക്കും അല്ലേ. അതാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഓരോന്നിന്റെയും കോഴ്സുകൾ ഇതുപോലെ ഉണ്ടാവും. അതിലെല്ലാവരും ഇതിപ്പോ നിങ്ങൾക്ക് 6നും 7നും മാത്രമായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 8ലെ ക്ലാസ്സിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാം. അപ്പം എന്തായാലും ഇത് വളരെ 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 മികച്ച ഒരു സംരംഭം തന്നെയാണെന്ന് പറയാൻ പറ്റൂലേ? പറയാം, ഉറക്കെ കൈയടിച്ച് പറ. അതുപോലെ ഉസ്താദിനോടും പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ചെയറുകള്, ടേബിള്, ഇതിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അവർ നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിൽ നമുക്കൊരു ബൾബ് മാറിയിടണം, അല്ലെങ്കിൽ ഫാനിന്റെ ഒരു കപ്പാസിറ്റർ മാറണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലൂസ് കണക്ഷൻ വന്നു, ഒക്കെ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നമുക്കവർ ആ ഭയം കൂടാണ്ട്, ആശങ്ക കൂടാണ്ട് നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് അത് ഇന്നതായിരിക്കും അതിന്റെ കാരണം, അത് ഇന്ന പോലെ ചെയ്ത് നോക്കിക്കേ എന്നൊന്ന് സജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ കേപ്പബിളാണ്. അതാണ് ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരു വിഭാഗമാണ് നമ്മളിപ്പോ കൈകാര്യം ചെയ്തത്. ശരിക്കും നല്ല തടി കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാമായിരുന്നു, അതായിരുന്നു വേണ്ടത്. പക്ഷെ നമ്മുടെ തടി ഉപേക്ഷിച്ച് എന്തുകൊണ്ടാ, തടി പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ കട്ടറൊക്കെ ഉപയോഗിക്കണം അല്ലേ, ഇലക്ട്രിക് കട്ടറൊക്കെ ഉപയോഗിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ തെന്നി പോവുക ചെയ്ത് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതുപോലെ ഇതിലേക്ക് പറ്റും. പക്ഷെ ഇനിയിപ്പോ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുക്കിംഗ് ഒക്കെ നമുക്ക് അടിപൊളിയാക്കണം കണ്ട. ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ വേണം നമുക്ക് ഇത് സെറ്റാക്കാൻ. അപ്പൊ എല്ലാവരും സെറ്റല്ലേ? ഓക്കെ ആയില്ലേ? ഇന്നത്തെ ഒരു ദിവസം മറക്കൂലല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ മനസ്സിലായല്ലോ. എന്നോട് ചോദിച്ചില്ലേ എന്തായിരുന്നു ഇന്നത്തെ പരിപാടി എന്നുള്ളത്? വ്യക്തമായില്ല കാര്യങ്ങള്. എങ്ങനെയുണ്ട് സംഭവം? നല്ല ടേബിൾ അല്ലേ, നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ. സൂപ്പർ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ സ്കൂളില് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് നമുക്ക് വളരെ അഭിമാനത്തോട് പറയാം കേട്ടോ. ഇനി നാളെ നിങ്ങൾക്ക് ഇതുപോലെ ഈ ക്ലാസ്സുകളിൽ വരും. ഇതുപോലെ തന്നെ ഓരോ കോഴ്സുകളിൽ ഓരോ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കോഴ്സുകൊണ്ട് ബന്ധപ്പെട്ട് ക്യാമ്പിൽ കൊണ്ടുവരും ടീച്ചേഴ്സ്. അത് നിങ്ങൾക്ക് പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. ഓക്കെ, ബൈ. നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ,